നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ഉപാസനയുടെ ഭഗവത്ഗീത സഞ്ചാരത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരുപാട് സജ്ജനങ്ങളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം നമ്മൾ ഉപസംഹരിച്ചു. ഇനി ഉപാസന 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൻ്റെ പേരാണ് സാഖ്യയോഗം. സാഖ്യയോഗം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അങ്ങനെ പറയാൻ കാരണം സാഖ്യയോഗത്തിനെ ഭഗവത്ഗീതയുടെ സംക്ഷിപ്ത രൂപം ആയിട്ടാണ് പറയപ്പെടുന്നത്. ഭഗവത്ഗീത ഉദ്ദേശിക്കുന്ന എല്ലാ അർത്ഥതലങ്ങളും ഒന്ന് സ്പർശിച്ചു പോകുന്ന ഒരു അധ്യായമാണ് 2-ാമത്തെ അധ്യായം സാഖ്യയോഗം. അതുകൊണ്ടാണ് സാഖ്യയോഗത്തെ ഭഗവത്ഗീതയുടെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാഖ്യം? സാഖ്യം എന്ന് പറയുന്നത് ഒരു വളരെ വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ്. നമുക്കറിയാം, ഭഗവത്ഗീതയുടെ ഓരോ അധ്യായങ്ങളും യോഗങ്ങളാണ്, കൂടിച്ചേരലുകളാണ്. അവിടെ പല രീതിയിലുള്ള കൂടിച്ചേരലുകൾ നടക്കുന്നുണ്ട്. ധർമ്മവും അധർമ്മവും, യുദ്ധവും യുദ്ധമില്ലായ്മയും, സത്യവും അസത്യവും, വെളിച്ചവും അന്ധകാരവും, വിഷാദവും സംതൃപ്തിയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഭഗവത്ഗീത. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്നർത്ഥം. ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതുമാത്രം കൂടുതൽ പ്രതിഫലിച്ച് നമ്മളിലേക്ക് എത്തുക. ഇപ്പോൾ സത്യവും അസത്യവും തമ്മിൽ കൂടിച്ചേർന്ന് അസത്യ ഇല്ലായ്മ ചെയ്ത് സത്യത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് കൂടുതൽ പ്രകാശപൂരിതമായി എത്തിക്കുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ കൂടിച്ചേർന്ന് വേണ്ടാത്തതിനെ തള്ളിക്കളഞ്ഞ് വേണ്ടതിനെ മാത്രം സ്വാംശീകരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സ്വാംശീകരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ ചിന്മയാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗം തത്വശാസ്ത്രങ്ങളിലെ യുക്തിവിചാരം എന്താണോ അതാണ് സാഖ്യം എന്നതുകൊണ്ട് ചിന്മയാനന്ദ സ്വാമികൾ അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പഠനമാണ്. വളരെ ആധികാരികമായിട്ടുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. എന്തിനെക്കുറിച്ചുള്ള പഠനങ്ങൾ? കുറേയേറെ ചോദ്യങ്ങളെക്കുറിച്ച്, അതായത് നമ്മളെ സംബന്ധിക്കുന്ന ഭാഷ, ദേശം, അറിവ്, അങ്ങനെ എന്തൊക്കെയാണോ നമ്മളെക്കുറിച്ച്, നമ്മുടെ മൂല്യങ്ങൾ, ധർമ്മം, ഇങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മളെ സംബന്ധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തേടി. അപ്പോൾ അത് ഉത്തരങ്ങൾ തേടുമ്പോൾ എങ്ങനെയായിരിക്കണം? ആ ഉത്തരങ്ങൾക്കെല്ലാം ഒരു യുക്തിവിചാരങ്ങളുണ്ടായിരിക്കണം, യുക്തിസഹമായ ഉത്തരങ്ങളായിരിക്കണം. അതോടൊപ്പം തന്നെ അതിന് ഒരു സയൻസിൻ്റെ തലത്തിലുള്ള ഉത്തരങ്ങൾ ഇല്ലാതിരിക്കണം. ഒരു സയൻറ്റിഫിക് ആൻസർ ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തത്വശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സയൻറ്റിഫിക് ആൻസർ ഇല്ലാത്ത യുക്തിസഹമായ ഉത്തരങ്ങൾ തേടിയുള്ള ഒരു പഠന രീതിയാണ് തത്വശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഓരോ വ്യക്തിയുടെയും അഭിപ്രായങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കൂടുതൽ മുഴച്ചു നിൽക്കും, കൂടുതൽ നിഴലിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിമർശനത്തിന് വിധേയമാവണം. വിമർശനത്തിന് വിധേയമാകാത്ത തത്വശാസ്ത്രത്തിന് നിലനിൽപ്പില്ല.
അപ്പോൾ വിമർശനത്തിന് വിധേയമാകുന്ന വിധത്തിലുള്ള യുക്തിസഹമായ കുറേയേറെ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം തേടലാണ് തത്വശാസ്ത്രം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയും അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ ഒരു തത്വശാസ്ത്രമായിട്ട് ആധുനിക കാലഘട്ടത്തിലും അംഗീകരിക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം യുക്തി വിചാരങ്ങൾ കൂടിച്ചേരുന്ന ഒരു അതിബൃഹത്തായ തത്വശാസ്ത്രമാണ് ഭഗവത്ഗീത. അതെങ്ങനെയാണ് അങ്ങനെ അത്രയും വലിയൊരു തത്വശാസ്ത്രമായി ഭഗവത്ഗീത പരിണമിക്കുന്നത്? അതിൽ ചോദിക്കാത്ത ചോദ്യങ്ങളില്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാം യുക്തിസഹമായ ഉത്തരങ്ങൾ ഭഗവാൻ തരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇത്രയും വലിയൊരു തത്വശാസ്ത്രമായിട്ട് മാറുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതം പരമപ്രാപ്തിയിലെത്താൻ നമ്മളെ ഉപദേശിക്കുന്ന അടിസ്ഥാന സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വേദങ്ങൾ. അപ്പോൾ ഈ വേദങ്ങളിൽ നമുക്ക് എങ്ങനെ പരമപ്രാപ്തിയിലേക്ക് എത്താം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്നത് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ്. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ നമുക്ക് പരമപ്രാപ്തിയിലെത്താൻ വേണ്ടിയിട്ട്? പ്രധാനമായും ഒന്നാമത്തത് കർമ്മമാണ്, രണ്ടാമത്തത് ഉപാസന, മൂന്നാമത്തത് ജ്ഞാനം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വിഹിതമായ കർമ്മങ്ങളുണ്ട്. നമ്മൾ ഒരു കർമ്മത്തേക്കാൾ മേന്മയുള്ളതാണ് മറ്റൊരു കർമ്മമെന്ന് ശഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓരോ വ്യക്തികൾക്കും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള വിഹിതമായ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ഭംഗിയായി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അന്ധകരണം ശുദ്ധമായി ഭവിക്കും. അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തെക്കുറിച്ച് മോശമായി നാം ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു കർമ്മം നല്ലതാണ് എന്ന് നാം ചിന്തിച്ചാൽ അവിടെ നമ്മുടെ അന്ധകരണത്തിന് അശുദ്ധി സംഭവിക്കും. അപ്പോൾ വിഹിതമായ കർമ്മങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യുക, അങ്ങനെ അന്ധകരണം ശുദ്ധമാക്കുക. അടുത്തത് ഉപാസനയാണ്. ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോബുദ്ധികളെ ഏകാഗ്രമാക്കാനും ശുദ്ധീകരിക്കാനുമുള്ള സാധനാ ജീവിത രീതിയാണ് ഉപാസന. ഈ ഉപാസനാ മാർഗത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനോബുദ്ധികളെ ശുദ്ധീകരിച്ച് ഏകാഗ്രമാക്കുക. ഇങ്ങനെ ഏകാഗ്രമായ മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് പരമമായ ജ്ഞാനത്തെ സമ്പാദിക്കുക. അങ്ങനെ മൂന്നാമത്തെ അവസ്ഥയായ ജ്ഞാന സമ്പാദനം നേടിക്കഴിഞ്ഞാൽ ആ ജ്ഞാനം ഉപയോഗിച്ച് കൃത്യമായ ധ്യാനാവസ്ഥയിലൂടെ നമുക്ക് പരമപദത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതാണ് വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു 3 തത്വ അടിസ്ഥാന ഘടകങ്ങൾ ഒരു കാലഘട്ടത്തിൽ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ള തർക്കം വന്നു. മാത്രമല്ല, കർമ്മം മാത്രം മതി, ഉപാസന മാത്രം മതി, ജ്ഞാനം മാത്രം മതി പരമപ്രാപ്തിയിലേക്ക് എന്നിങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ വന്നു. ഏത് ഒരു വൈദിക കാലഘട്ടത്തിനൊക്കെ ശേഷമുള്ള ആധുനിക കാലഘട്ടത്തിലേക്കൊക്കെ കിടക്കുമ്പോൾ, അതായത് വേദവ്യാസ മഹർഷി ആ ഒരു സമയത്താണ് ഭഗവത്ഗീത രചിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീത രചിക്കുമ്പോൾ അതിൽ അദ്ദേഹം ശ്രദ്ധിച്ച പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ഈ വിഘടിച്ച് നിൽക്കുന്ന അവസ്ഥാഭേദങ്ങളെ, അതായത് മനുഷ്യൻ്റെ പരമപ്രാപ്തി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഈ 3 ഘടകങ്ങളെ, ഈ 3 വിഘടിച്ച് നിൽക്കുന്ന പരസ്പരം കലഹിക്കുന്ന ഈ 3 ഘടകങ്ങളെ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് ഒരു അതിബൃഹത്തായ തത്വശാസ്ത്രം അദ്ദേഹം ഉണ്ടാക്കി. അതാണ് ഭഗവത്ഗീത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയുടെ ഓരോ അധ്യായങ്ങളും പരസ്പരം യാതൊരു വിധത്തിലുള്ള വിദ്വേഷജനകമായിട്ടുള്ള കാര്യങ്ങളും ഇല്ലാതെ മനുഷ്യവംശത്തെ, മാനവവംശത്തെ, അതോടൊപ്പം തന്നെ പ്രകൃതിയെ, ചിന്തകളെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു നല്ല, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഈ മൂല്യങ്ങളെയെല്ലാം ചേർത്ത് നിർത്താൻ വേദവ്യാസ മഹർഷിക്ക് സാധിച്ചു എന്നതാണ് ഭഗവത്ഗീത രചനയുടെ ഏറ്റവും മഹത്തായ
വിജയം, ഏറ്റവും മഹത്തായ സന്ദേശവും അതുതന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ, ഇപ്പം നമ്മൾ മോഡേൺ സയൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മോഡേൺ സയൻസ് എന്ന് പറയുന്നത് കേവലം 500 വർഷമായിട്ടേ ഉള്ളൂ. അതിനപ്പുറം മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിനെ ആ കാലഘട്ടത്തിലെ സയൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തെയാണ് അവൻ്റെ സയൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഈ കാലഘട്ടം ഏതാണ്ട് 500 വർഷം ആയിട്ടേ ഉള്ളൂ ഈ ഒരു കാലഘട്ടം ഉണ്ടായിട്ട്. അപ്പോൾ അതിനു മുൻപ് എത്രയോ കാലഘട്ടം മുൻപ് തന്നെ, ഏതാണ്ട് 5000 വർഷത്തോളം മുൻപ് തന്നെ രചിക്കപ്പെട്ട ഭഗവത്ഗീത ഈ ആധുനിക കാലഘട്ടത്തിലും നിർബന്ധ പാഠ്യ പദ്ധതിയായിട്ട് പല രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നത് അതിലെ ഈ യുക്തിവിചാരവും ഈ അന്തസത്തയും അത്രയ്ക്കും പ്രാധാന്യം ഉൾക്കൊള്ളുന്നുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലും എന്നതുകൊണ്ടാണ്. ഇന്നും ഭഗവത്ഗീത പഠിക്കാനും ശ്രവിക്കാനും ആയിരങ്ങൾ, ലക്ഷങ്ങൾ, അതും വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ സംസ്കാരങ്ങളുടെ ഉടമകളായിട്ടുള്ള ജനങ്ങൾ ഈ ഭഗവത്ഗീത പഠിക്കാൻ തയ്യാറാകുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ ഭഗവത്ഗീതയുടെ ഏറ്റവും മഹത്തായ യുക്തിസഹമായ ഉത്തരങ്ങൾ തേടുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനം. അപ്പം അതുകൊണ്ട് നമുക്ക് ഉപാസന ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായത്തിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുകയാണ്. ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങളിൽ കൂടിയുള്ള സഞ്ചാരം നമുക്ക് അടുത്ത വീഡിയോയിൽ ആരംഭിക്കാം. ഇത് ഒരു ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമല്ല ഭഗവത്ഗീതയുടെ ഓരോ ഉപാസനയുടെ ഈ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ഓരോ വീഡിയോകളും നിങ്ങൾ ഓരോരുത്തരും കണ്ട് നല്ല അഭിപ്രായങ്ങൾ, അത് വിമർശനാത്മകമായിക്കോട്ടെ ഏത് രീതിയിലുള്ളതാണെങ്കിലും അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു, ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ഒരാളിലേക്ക് ഇത് പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സും കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.